കുടുംബത്തിലെ മുറിയിലും മറ്റും ഭദ്രാ ഭഗവതിയുടെ പ്രതീകമായി വാളും പീഠവും വെച്ച് ആരാധിക്കുന്നതിൻ്റെ പ്രാധാന്യം. നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ തേവാരമുറി എന്ന് പറഞ്ഞ് പല കുടുംബങ്ങളിലും പണ്ടുണ്ടായിരുന്നു. ദേവ ആരാധനയ്ക്കുള്ള മുറി എന്നാണ് തേവാരം എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഇന്നാണ് പൂജാമുറി എന്നുള്ള പേരൊക്കെ ഉണ്ടായി വന്നത്. അപ്പം വീടിനുള്ളിലെ തേവാര പുരയിലോ അല്ലെങ്കിൽ വീടിനുള്ളിൽ പ്രത്യേകം പരിപാലിക്കുന്ന മുറിയിലോ ഭദ്രകാളിയെ ആരാധിക്കുന്നതിന് വേണ്ടി വാളും പീഠവും വെച്ച് ഉപാസന നടത്താറുണ്ട്. അവിടെ നിത്യവും 5 തിരിയിട്ട് വിളക്ക് കൊളുത്തുന്നവരുണ്ട്, നിവേദ്യം നിത്യവും സമർപ്പിക്കുന്നവരുണ്ട്, കദളിപ്പഴം സമർപ്പിക്കും, ചിലര് ത്രിമധുരം വെക്കും, ഭദ്രകാളിയുടെ അഷ്ടോത്തര നാമാവലി നിത്യവും ചൊല്ലുന്നവരുണ്ട്, ഭദ്രകാളി സഹസ്രനാമം നിത്യവും ചൊല്ലുന്നവരുണ്ട്, ഭദ്രകാളിയുടെ മൂലമന്ത്രം അവിടെ ഇരുന്ന് പതിവായിട്ട് ചൊല്ലുന്നവരുണ്ട്. നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും സമ്പൂർണമായ പരിരക്ഷ, അതായത് പ്രൊട്ടക്ഷൻ, നിങ്ങൾക്ക് എല്ലാ ഉയർച്ചയും അഭിവൃദ്ധിയും, നിങ്ങളുടെ സന്തതി പരമ്പരയ്ക്ക് എല്ലാ രീതിയിലുമുള്ള നേട്ടങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രത്യേകമായ ഒരു പൂജാവിധാനമായി ഇതിനെ കണ്ട് കൃത്യമായിട്ട് അത് ചെയ്തു പോകണം.